നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ജൂലൈ മാസം 23-ാം തീയതിയാണ് ബുധനാഴ്ച ദിവസം. നാളത്തെ ദിവസം 15 നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കാൻ പോവുകയാണ്. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് പറഞ്ഞാൽ ധനം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. ചില സുഹൃത്തുക്കളെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടാനുള്ള ഭാഗ്യം വന്നു ചേരുന്നുണ്ട്. പ്രണയിക്കുന്നവർക്ക് അതിനുള്ള ഉത്തമമായ ഒരു ദിനമാണ്. എന്തെങ്കിലുമൊക്കെ പ്രണയബന്ധങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു ദിനമായിരിക്കും. നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിനം തന്നെയാണ് ഈ 15 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം. അപ്പോൾ ചില ആളുകളുടെ ഉപദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഗുണകരമായി ലഭിക്കുന്ന ഒരു ദിനം കൂടിയായിരിക്കും. ദീർഘിപ്പിക്കുന്നില്ല. ആ 15 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വരുമാന വർധനവിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സാമ്പത്തികമായി നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം ഉത്തമമാണ്. പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സേവിങ്സ് പുതുതായി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും നാളത്തെ ദിവസം വളരെയധികം ഉത്തമമാണ്. കൂടാതെ ചില സുഹൃത്തുക്കളൊക്കെ സഹായത്തിന് എത്തിച്ചേരുന്ന ദിവസമാണ്. സുഹൃത്ത് സമാഗമം ഉണ്ടാകുന്ന, അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം ചില സുഹൃത്തുക്കളെയൊക്കെ കാണാനും അല്ലെങ്കിൽ അവരിൽ നിന്ന് സഹായങ്ങളൊക്കെ ലഭിക്കാനും ഭാഗ്യമുണ്ടാകുന്ന ദിവസമാണ്. ലക്ഷ്യങ്ങളിൽ നിന്ന് മാറാതിരിക്കുക, അതാണ് നിങ്ങളുടെ വിജയത്തിനുള്ള ഏക ഒരു വഴിയായി പറയാനുള്ളത്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ആ ലക്ഷ്യങ്ങൾ നടക്കില്ല എന്ന് നിങ്ങൾ തന്നെ സ്വയം അങ്ങ് തീരുമാനിച്ച് ആ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാറുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം മനസ്സിൽ പല കാര്യങ്ങളും ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. നാളെ ദിവസം നേരം വെളുത്ത് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മറന്നു പോകുന്ന, അല്ലെങ്കിൽ അതിനെക്കൊണ്ട് പറ്റില്ല എന്നൊരു രീതിയിലേക്ക് എത്തുന്ന ആ ഒരു സ്വഭാവം നാളത്തെ ദിവസം നിങ്ങൾ മാറ്റേണ്ടതാണ്. കാരണം നാളെ പ്രധാനമായ ചില കാര്യങ്ങൾ, ചില മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ദിവസമാണ്. അപ്പോൾ അല്പമൊന്ന് നാളത്തെ ദിവസം ബുദ്ധിമുട്ടിയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നേട്ടവും ഭാഗ്യവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കൂടാതെ ജീവിത പങ്കാളിയുമായി വളരെയധികം ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഇടയായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട്. അതൊന്നുമില്ലാതെ സന്തോഷമായിട്ട് പോകാൻ സാധിക്കുന്ന ഒരു ദിനം കൂടിയായിരിക്കും നാളെ. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും നാളത്തെ ദിവസം സ്വപ്നങ്ങളുടെ ഒരു സാക്ഷാത്കാരം ഉണ്ടാകുന്ന ദിവസമാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുള്ളവരാണ് എല്ലാവരും. അതൊക്കെ നടന്ന് കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ നാളത്തെ ദിവസം നിങ്ങൾ ഈ ഇടക്കാലമായി കണ്ട ചില സ്വപ്നങ്ങൾ സഫലമാകുന്ന ഒരു ദിനമാണ്. അല്ലെങ്കിൽ അതിനെ സഫലമാക്കാൻ നിങ്ങളാൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിനമാണ്. മക്കളിൽ നിന്ന് അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്ന് ശുഭകരമായ ചില വാർത്തകൾ, അത് ചിലപ്പോൾ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാകും, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളാകും. ഏതായാലും മക്കളിൽ നിന്ന് അല്ലെങ്കിൽ അവരെ സംബന്ധിക്കുന്നതായ ചില ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ഇനി നാളത്തെ ദിവസം എന്തെങ്കിലും സേവിങ്സ് തുടങ്ങാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചിട്ടിയോ ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആരിൽ നിന്നെങ്കിലും ഒരു നിർദ്ദേശം സ്വീകരിച്ചിട്ട് നാളത്തെ ദിവസം അതിന് ഇറങ്ങി പുറപ്പെടാവൂ. കാരണം നാളത്തെ ദിവസം പുതിയ സേവിങ്സ് എന്തെങ്കിലും തുടങ്ങുന്നതിന് നിങ്ങൾക്കത്ര അനുയോജ്യമായ ഒരു സമയമല്ല. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിങ്ങൾ കഴിവതും സേവിങ്സിനായി, അതായത് എന്തെങ്കിലുമൊക്കെ പുതിയൊരു ഡിപ്പോസിറ്റ് തുടങ്ങാനോ അങ്ങനെയുള്ള പല കാര്യങ്ങളും തുടങ്ങുന്നതിന് നാളത്തെ ദിവസം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമം. അതല്ല നാളത്തെ ദിവസം അത് സാധിച്ചേ മതിയാകൂ എന്നാണെങ്കിൽ നല്ല രീതിയിലുള്ള വിദഗ്ധമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് മാത്രമേ അതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. കൂടാതെ പ്രണയിക്കുന്ന ആളുകൾക്കും നാളത്തെ ദിവസം പ്രണയബന്ധം വളരെയധികം ശക്തമാകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി വീണ്ടും പഴയതിൽ ഇരട്ടിയായി നിങ്ങൾക്ക് സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് നിങ്ങളെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്പം ദേഷ്യമാണ്. ആ ദേഷ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഉടലെടുത്തതാണ്. അപ്പോൾ ആ ദേഷ്യത്തെ നാളത്തെ ദിവസം വളരെ പരമപ്രധാനമായി നിങ്ങൾ നിയന്ത്രിച്ചേ മതിയാകൂ. ദേഷ്യം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. സഹോദരസ്ഥാനീയരുമായോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ ഒക്കെ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നാളത്തെ ദിവസം പ്രത്യേകിച്ച് നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങളുടെ കൺട്രോളിലാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വത്ത്
സ്വത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ചർച്ചകളുമൊക്കെ നടക്കാനുള്ള ഒരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങളിലേക്ക് സ്വത്തുക്കൾ എത്തിച്ചേരാനുള്ളൊരു യോഗം കൂടി അവിടെ തെളിയുന്നുണ്ട്. എങ്കിലും അതുമായി ബന്ധപ്പെട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത നാളത്തെ ദിവസം കാണുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സഹോദരസ്ഥാനീയരുമായോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെക്കാൾ പ്രായത്തിൽ മുതിർന്ന ആളുകളുമായി നാളത്തെ ദിവസം വാഗ്വാദങ്ങൾക്കൊന്നും പോകാതിരിക്കുക. അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. എപ്പോഴും മനസ്സിനെ പോസിറ്റീവായ ചിന്തകളിലേക്ക് എത്തിക്കുക. നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകളുണ്ട്. എന്നെ ആരും നോക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, കുടുംബത്തിൽ എനിക്ക് നല്ല പ്രാധാന്യം തരുന്നില്ല, അങ്ങനെ പല പല ചിന്തകൾ. അത് വെറുതെ നിങ്ങൾ ചിന്തിച്ചുണ്ടാക്കുന്നതാണ്, അല്ലാതെ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് സ്ഥാനം മനസ്സിൽ കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് നാളത്തെ ദിവസം. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തുന്ന ദിവസമാണ്. നാളെ നല്ല രീതിയിൽ അധ്വാനിക്കാൻ സാധിക്കും. അതിൻ്റെ ഫലം നാളെ ലഭിക്കുന്നതാണ്. കൂടാതെ മുന്നേ ഉള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ സമയങ്ങളിൽ നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികൾക്കുള്ള കിട്ടാതെ ഇരിക്കുന്ന ധനങ്ങളൊക്കെ ഉണ്ടല്ലോ, തടസ്സപ്പെട്ടിരിക്കുന്ന സാലറി ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് ഉള്ളത് കിട്ടാതിരിക്കുന്നത്, അതൊക്കെ തടസ്സങ്ങൾ മാറി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങൾ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം. മരുന്നുകൾ മുടക്കാതിരിക്കുക, കൃത്യമായി ഭക്ഷണം കഴിക്കുക, ആരോഗ്യകാര്യത്തിൽ നാളെ നല്ലപോലെ ശ്രദ്ധിക്കുക, വെള്ളമൊക്കെ ധാരാളം കുടിക്കാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾക്ക് നാളെ വിദ്യ കൊണ്ട് വിജയം ഉണ്ടാകുന്നതാണ്. നാളെ എന്തെങ്കിലുമൊക്കെ എക്സാമുകൾ എഴുതുന്നുണ്ടെങ്കിൽ, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ധനുരാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് നാളെ അതിൽ വളരെ വിജയം കൊയ്യാനായി സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം ശോഭനമായൊരു ദിവസമാണ്. എന്തെങ്കിലുമൊക്കെ വലിയ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക, അതായത് പേപ്പറിലേക്ക് പകർത്താൻ, അതെങ്ങനെയാണോ അതിന് ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് വിജയത്തിലേക്ക് എത്താൻ നാളത്തെ ദിവസം വളരെയധികം ദൈവാധീനമുള്ളതിനാൽ തന്നെ സാധിക്കുന്നതാണ്. അപ്പോൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ദൈവത്തെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ മൂർത്തിയെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് വേണം നാളത്തെ ദിവസം ഇറങ്ങാനായിട്ട്. നാളെ വളരെയധികം ദൈവാധീനം നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിനം കൂടിയായിരിക്കും. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് അല്പം ധനമൊക്കെ ചിലവാകാനുള്ള അധിക ചിലവുകൾ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ദൈവീക കാര്യങ്ങൾ അല്പം നിങ്ങൾക്ക് നാളത്തെ ദിവസം പല പല കാര്യങ്ങൾ ചെയ്യണമെന്നും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണമെന്ന് തോന്നുന്നു. ദൈവാധീനം കൊണ്ട് തന്നെയാണ്, വളരെയധികം ദൈവാധീനമുള്ള ഒരു സമയമാണ്. എങ്കിലും ധനം ഒരുപാട് ചിലവാകുന്നത് നാളെ ഒന്ന് തടയുക. അതായത് ചിലപ്പോൾ നാളത്തെ ദിവസം അനാവശ്യമായി ധനം ഒരുപാട് ചിലവാകാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളിൽ ഇരിക്കേണ്ടതായ ചില രഹസ്യങ്ങളുണ്ട്. അത് നാളത്തെ ദിവസം ആരുമായിട്ടും നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും പങ്കുവയ്ക്കാതിരിക്കാൻ, നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കണം. അതും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വളരെ വിശ്വസ്തരായി എന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവരെൻ്റെ നല്ലത് കാക്ഷിക്കുന്നവരാണ് എന്ന് തോന്നുന്നവരോട് മാത്രമേ എന്തെങ്കിലും കാര്യം പറയാൻ പാടുള്ളൂ. അതും ഒട്ടും നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പറയാറില്ല, ആ ഒരു അവസ്ഥയിൽ മാത്രമേ അങ്ങനെ പറയാനും പാടുള്ളൂ. നാളത്തെ ദിവസം കഴിവതും രഹസ്യ കാര്യങ്ങൾ ആരുമായും പറയാനോ ചർച്ച ചെയ്യാനോ പോകാതിരിക്കുക. അതൊന്ന് സൂക്ഷിക്കുക. നാളത്തെ ദിവസം നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ചില രഹസ്യങ്ങൾ അത് പിന്നീട് നിങ്ങൾക്ക് വിനയായി മാറാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. അതുകൊണ്ടാണ് നാളത്തെ ദിവസം രഹസ്യമായി തന്നെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. ദൈവിക കാര്യങ്ങളിൽ താല്പര്യം തോന്നുന്ന ഒരു ദിവസമായിരിക്കും. നാളെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തണമെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് തോന്നലുണ്ടാകും. ക്ഷേത്ര ദർശനം നടത്തുക. ദൈവാധീനം നല്ലപോലെ ഉള്ള ഒരു സമയമാണ്. എങ്കിലും ധനം അധിക ചിലവുകൾ ചിലപ്പോൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുന്നേ മനസ്സിലാക്കിയിരുന്നാൽ അധിക ചിലവുകളിലേക്ക് നിങ്ങൾ പോകാതിരിക്കാനും ഇതിലൂടെ സാധ്യമാകുന്നുണ്ടല്ലോ. അപ്പോൾ നാളത്തെ ദിവസം ഈ 15 നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ്. ഗുണവും കൂടുതലായി ഇല്ല, എന്നാൽ ദോഷവും അധികരിച്ചില്ല. നല്ല പ്രാർത്ഥനയോടുകൂടി വേണം ഏതു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാനായിട്ട്.